അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. ഖസീദത്തുൽ ബുർദയിലെ 49ാമത്തെ വരി ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചൊല്ലുന്നു: കശംസി തൽഹാറു ലിൽ ഐനൈനി മിൻ ബുഅദി സ്വാഗിറതൻ വതുകിൽ ലുത്റഫ മിൻ ആമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പ്രകടമായ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഈ വിഷയം സമർത്ഥിക്കുകയാണ് ഈ വരിയിലൂടെ. കശംസി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യനെ പോലെയാണ്. എന്താ അതിന്റെ പ്രത്യേകത? തൽഹാറുൽ ഐനൈനി, കണ്ണുകൾക്ക് അത് പ്രകടമാകുന്നു. മിൻ ബുഅദിൻ, വിദൂരതയിൽ നിന്ന്. സഗീറത്തൻ, ചെറുതായി. ഭൂമിയെക്കാളും എത്രയോ മടങ്ങ് വലിപ്പമുള്ള ഒരു ഗ്രഹമാണ് സൂര്യൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിന്ന്, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെ ചെറുതായി ഒരു പത്തിരിയോളം വലുപ്പത്തിൽ നമ്മൾ അതിനെ കാണുന്നു. അതേസമയം അമമിൻ, അടുത്തു പോയി ഒന്ന് കാണണമെന്ന് വെച്ചാൽ ഒരിക്കലും തന്നെ സൂര്യനെ നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാനോ മനസ്സിലാക്കാനോ കഴിയുകയില്ല. നമ്മുടെ കണ്ണ് അശക്തമായി പോകും, നമ്മുടെ കാഴ്ച തന്നെ തകർന്നു പോകും. എന്നല്ല, നമ്മൾ തന്നെ ഒരു പക്ഷെ തകർന്നു പോകും. ഇതാണ് അതിന്റെ അവസ്ഥ. അപ്പൊ അത്രയും വിദൂരതയിലുള്ള ആ സൂര്യനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്ററോളം ദൂരെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. ആ സൂര്യനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അത് തന്നെ നല്ല നട്ടുച്ച നേരത്താണെങ്കിൽ സൂര്യനിലേക്ക് നമുക്ക് നോക്കാൻ കഴിയില്ല. അത്രയും പ്രകാശപൂരിതമാണത്. ആ പ്രകാശത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറുതായി കാണുമെങ്കിലും അടുത്തു പോയി മുഴുവനായി സമ്പൂർണമായ രീതിയിൽ കാണണമെന്ന് വെച്ചാൽ അതൊരിക്കലും സാധ്യമല്ല. കണ്ണുകൾക്ക് താങ്ങാൻ കഴിയുകയില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വരിയിലൂടെ നമ്മെ ഉറപ്പെടുത്തിയത്. എന്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ ഒരു ഉദാഹരിക്കപ്പെടുന്ന സൂര്യനും തമ്മിലുള്ള ബന്ധം? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മഹത്വങ്ങൾ ഈ ലോകത്ത് ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിപ്രഭാവമോ അവിടുത്തെ സവിശേഷതകളോ യഥാവിധി മനസ്സിലാക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദൂരെ നിന്ന് പഠിച്ചപ്പോ നമുക്ക് സൂര്യനെ ദൂരെ നിന്ന് വിലയിരുത്തുന്നത് പോലെ ചെറുതായ രീതിയിൽ അവിടുത്തെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറിയ രൂപത്തിൽ ഗ്രഹിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. അതേസമയം അടുത്തുപോയി അഥവാ നിബിതങ്ങളെ പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കണമെന്ന് കരുതി ഒരുമ്പിട്ടിറങ്ങിയാൽ ഒരിക്കലും തന്നെ സാധിക്കുകയില്ല. പത്തി മടക്കി മടങ്ങിപ്പോരേണ്ടി വരും എന്നതാണ് വാസ്തവം. ഈ ഒരു ആശയത്തിലൂടെയാണ് സൂര്യനോട് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉദാഹരിക്കുന്നത്. ഇതാണ് ഈ വരിയുടെ ആശയം. കശംസി തൽഹാറു ലിൽ ഐനൈനി മിൻ ബുഅദി സ്വാഗിറതൻ വതുകിൽ ലുത്റഫ മിൻ ആമമി. അമമു എന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലം, ഖുർബ്, അടുത്ത സ്ഥലം എന്നാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം. തുക്കില്ലു എന്ന് പറഞ്ഞാൽ അശക്തമാക്കും, കാഴ്ചയെ അത് ദുർബലപ്പെടുത്തും, അശക്തമാക്കും എന്നാണ് അതിന്റെ ആ വാക്കിന്റെ മീനിങ്, അർത്ഥം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട വിധം ഗ്രഹിക്കാൻ ഒരിക്കലും ഈ ലോകത്ത് വെച്ച് സാധ്യമല്ല. അത് അശക്തമാക്കുന്ന വിഷയങ്ങൾ കൂടിയാണ് എന്ന് ഉറപ്പെടുത്തുന്നു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവോളം പഠിക്കണം. നമുക്കതിന് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ് നമുക്കൊക്കെ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.